മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദൈവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി സഹായിക്കുകയും അവിടുന്ന് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല. പുകഞ്ഞ തിരി കെടുത്തിയിട്ട് വേറെ കത്തിക്കാൻ എളുപ്പമാണ്. ചതഞ്ഞ ഞാങ്ങണ ഒടിച്ചു കളയാനായിട്ട് എളുപ്പമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും തകർച്ചകളും ഒരവസാനമല്ല, എല്ലാറ്റിൻ്റെയും ആരംഭമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകൾ അവസാനമല്ല, അതൊരു തുടക്കം മാത്രമാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും തകർച്ചകളും കടന്നു വരുമ്പോൾ ജീവിതത്തിൻ്റെ അവസാനമാണെന്ന് നമ്മൾ കരുതും. എന്നാൽ നമ്മളൊക്കെ അവസാനിക്കുന്നു എന്ന് കരുതുന്നിടത്ത് ദൈവം തുടങ്ങും. അവിടെയേ ദൈവത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ തകർച്ചകളാണോ, വേദനകളാണോ, ദുരിതങ്ങളാണോ, കഷ്ടപ്പാടുകളാണോ? നിങ്ങളുടെ ജീവിതം തീർന്നു എന്ന് തോന്നുന്ന അവസ്ഥയിലാണോ? കടബാധ്യതകൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, പരാജയങ്ങൾ കൊണ്ട് ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത് എന്ന ചിന്ത പോലും നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ടോ? നിരാശയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണോ? ഈ അവസാനിച്ചു എന്ന് നിങ്ങൾക്കൊക്കെ തോന്നുന്നിടത്ത് നിന്ന് ദൈവം ആരംഭിക്കും. കാരണം അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുന്നവനോ പുകഞ്ഞ തിരി കെടുത്തുന്നവനോ അല്ല. അവൻ ചതഞ്ഞതിനെയും പുകഞ്ഞതിനെയും ഒക്കെ ചേർത്ത് നിർത്തുകയും അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നവനാണ്. അതിന് പുതിയൊരു ജീവൻ നൽകുന്നവനാണ്. പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിനൊക്കെ നല്ല എണ്ണയൊഴിച്ചു കൊടുത്ത് അതിനെ കത്തിക്കുന്നവനാണ്. ചതഞ്ഞതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുന്നവനാണ്. അവനിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാം. അവൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്കൂടെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ തിന്മകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് നിർവീര്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈ ദിവസം മുഴുവൻ ഇവരെ അനുഗ്രഹിക്കണമേ, ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.